ചേടാ എന്റെ ഫോണൊന്നും കാണുന്നില്ലല്ലോ, വീട് മൊത്തം തപ്പിയല്ലോ, ഇത് എവിടെ പോയി? എന്താടി അമ്മൂമ്മയുടെ ചക്കരക്കുട്ടി? അല്ല കൺമണിമോൾ, ഇതേതാ ഡ്രസ്? ഇതിപ്പോ വാങ്ങിച്ചതാ? ആഹാ, കൊള്ളാലോ ഇത്. ആ, അവരിപ്പോ വരും മക്കളെ. ഇപ്പൊ 3 മണിയായി, 3:30 അവരിങ്ങോട്ട് വരുന്നത്. ഓ, അത് പിന്നെ എന്റെ ഫോണാണ് കാണുന്നില്ല, അത് തപ്പി നടക്കുക. അല്ല മക്കളെ, മക്കളെ എവിടെയെങ്കിലും കണ്ടായിരുന്നു അമ്മൂമ്മയുടെ ഫോണ്? ശരി മക്കളെ. ഇതെന്തൊരു കഷ്ടം, ഇത് എന്റെ ഫോൺ എവിടെ കൊണ്ടുവച്ചാവോ? ഞാൻ നന്ദിനിയുടെ ഫോണിന്റെ അകത്തൊന്നും എന്റെ ഫോണിലോട്ടൊന്ന് ബില്ലടിച്ചു നോക്കാം. അല്ല, നന്ദിനി ഇപ്പൊ കുടുംബശ്രീക്ക് വയ്ക്കുമല്ലേ, ഞാനപ്പൊ നന്ദിന്റെ ഫോണിൽ നിന്ന് എങ്ങനെ എന്റെ ഫോണിലോട്ട് വിളിക്കാവോ? നന്ദിനി 5 മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഇങ്ങോട്ട്. ഓ, ഒരു 5-6 ഫോൺ അങ്ങ് വാങ്ങിച്ചു വെച്ചേക്കണം, ഓരോന്ന് കാണാതാകുമ്പോ എൻ്റെ അകത്ത് വിളിച്ചങ്ങ് എടുക്കാലോ. ഓ, ഇത് വലിയ കഷ്ടമായില്ല. ഞാൻ ഇനി എന്റെ ഫോൺ എവിടെ പോയി തപ്പാനാണോ ആവത്? ദേഷ്യം വരുന്നത്. ഓ, ദേഷ്യപ്പെട്ടിരുന്ന് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഞാൻ തന്നെ അല്ലേ എവിടെയെങ്കിലും കാണാത്തടത്ത് കൊണ്ട് വെക്കുന്നേ. എന്തായാലും ഇനി തപ്പല്ല, വേറെ വഴിയില്ല. അമ്മൂമ്മേ, അമ്മേ. ആഹാ, മക്കളെത്തിയല്ലോ. എന്താ അമ്മൂമ്മയുടെ ചക്കര കുട്ടികളെ? അമ്മൂമ്മ, അമ്മ എന്തേ? അമ്മയാണെങ്കിലേ കുടുംബശ്രീക്ക് പോയേക്കും, 5 മണി കഴിഞ്ഞേ വരത്തുള്ളൂ. ആഹാ, നമുക്കുള്ള നിങ്ങൾ വരെ മേലെ കഴുകുക, അമ്മൂമ്മ കഴിക്കാൻ എടുത്തു തരാം. ആ ശരി അമ്മൂമ്മേ. തുമ്പി, തുമ്പി, അതാരാ വിളിക്കുന്നേ? എന്തായാലും ചെന്ന് നോക്കാം. ആഹാ, സുന്ദരി നീയായിരുന്നു? എന്താടി വന്നേ? എടി, ഇത് കുറച്ച് ബിരിയാണി ഉണ്ട്, അമ്മയെ നിങ്ങൾക്ക് കൊണ്ട് തരാൻ പറഞ്ഞതാ. അല്ല, ഇത് എവിടുന്ന ബിരിയാണി? നിങ്ങളുടെ വീട്ടിൽ വിശേഷം ഉണ്ടോ? ഞങ്ങളുടെ വീട്ടിലല്ലേ, ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ചേച്ചിയുടെ. നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ ചേച്ചിക്ക് എന്താ? ആ ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾക്ക് കൊണ്ടു തന്നു, ഞങ്ങൾക്ക് കുറെ കൊണ്ടു തന്നു. കുറെ ബിരിയാണി അപ്പുറത്തെ ചേച്ചി കൊണ്ടുവന്നേ, ഇവിടെ കൂടെ കൊടുക്കാൻ പറഞ്ഞ അമ്മ. ആഹാ, എന്താ ചാടി? ഞാൻ അമ്മയുടെ ജ്യൂസ് എടുക്കാൻ പറയാവേ. ജ്യൂസ് ഒന്നും വേണ്ടേ, ഞാനാണ് പോവാ. എടി, ഇപ്പൊ പോയല്ലേ, എന്തായാലും കുടിക്കാൻ തരാ. വേണ്ട, എനിക്ക് പരീക്ഷയൊക്കെ അല്ലേ, കുറെ പഠിക്കാനുണ്ട്. അന്ന് ശരിയേ. ശരി സുന്ദരി, പിന്നെ കാണാവേ. ശരി തുമ്പി. ബിരിയാണി കിട്ടിയേ, ബിരിയാണി കിട്ടിയേ. അമ്മൂമ്മേ, എന്താ തുമ്പി? ഇതെവിടുന്ന് ബിരിയാണി? അത് എന്റെ ചേട്ടന്റെ കൂട്ടുകാരി കൊണ്ട് തന്നതാ, സുന്ദരി. അല്ല, അവരുടെ വീട്ടിൽ വിശേഷം ഉണ്ടായിരുന്നോ? ഇല്ല അമ്മൂമ്മ, അവരുടെ വീട്ടിലല്ല വിശേഷം, അവരുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴേ കുറെ ബിരിയാണി ആണെങ്കിൽ സുന്ദരിക്കൊക്കെ കൊണ്ടു കൊടുത്ത്. ആ ചേച്ചി ആണെങ്കിലേ കുറെ അധികം ബിരിയാണി സുന്ദരിയുടെ വീട്ടിൽ കൊണ്ടു കൊടുത്ത്. കുറെ അല്ലാണ്ടേ സുന്ദരിയുടെ അമ്മയാണെങ്കിൽ നമുക്ക് കൊണ്ടു തരാൻ പറഞ്ഞു. അങ്ങനെ സുന്ദരി ഉണ്ട് ഇപ്പൊ കൊണ്ടു തന്നു എനിക്ക്. ആഹാ, മക്കളെ ബിരിയാണി അമ്മൂമ്മ എടുത്തു തരാം. ഇപ്പൊ വേണ്ട അമ്മൂമ്മ, വയറ് നിറഞ്ഞിരിക്കുമല്ലേ, ഇതിപ്പോ അവിടെ അടച്ചു വെച്ചോ. അന്ന് ബിരിയാണി അമ്മൂമ്മ അടച്ചു വെക്കാം. ഇനി മക്കൾ പോയി കളിച്ചോ. ശരി അമ്മൂമ്മേ. ഇവിടെ ബിരിയാണി വെക്കാം. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. നല്ല ബിരിയാണിയുടെ മണം. ഹായ്, അതവിടുന്ന് ഒരു ബിരിയാണിയുടെ മണം വരുന്നേ. ഹായ്, ബിരിയാണി അല്ലേ ഇരിക്കുന്നേ. ഹായ്, ഇതെടുത്ത് മൊത്തം തിന്നാ. വയറ് നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ കൊതി വരുന്ന എന്നിട്ട് മൊത്തം എടുത്ത് തിന്നാൻ പോയത്. നല്ല ചിക്കൻ ബിരിയാണി ആണല്ലോ. ഹായ്, തറയിലിരുന്ന് ബിരിയാണി കഴിച്ചാൽ നല്ല രസം, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം തറയിൽ. ഈ ബിരിയാണി ആണെങ്കിൽ ഒരു വാഴയിലോട്ട് ഇടാം, എന്നിട്ട് തിന്നാം. അതെ, ഇവിടെ ഒരു വാഴയില ഇരിപ്പുണ്ടല്ലോ, അതെടുത്തിടാം. ആദ്യം ഈ ബിരിയാണി താഴെ വെച്ചിട്ട് ആദ്യം വാഴയില എടുക്കാം. ഇവിടെ ഇരിക്കണ ബിരിയാണി കുട്ടാ. ഇനി അടുത്തത് വാഴയില എടുത്ത് ഇവിടെ ഇടാം. നല്ല വലിയ വാഴയിലാണല്ലോ. ഹായ്, വലിയ വാഴയിലക്കകത്ത് തിന്നോണം, നല്ല ടേസ്റ്റാ. ഹായ്, നല്ല വലിയ ചിക്കൻ ലെഗ് പീസ് ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ മൊത്തം തിന്നാം. കണ്ണുമോളെ തുമ്പി വല്ല വരുന്നുണ്ടോ? വരുന്നില്ല, പത്ത് നിന്നു. അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ തിന്നാൻ കാണത്തുള്ളൂ, കുറച്ച് കാണത്തുള്ളൂ. മൊത്തം എന്തായാലും തിന്നു തീർക്കാം. എന്തൊരു ടേസ്റ്റാ ബിരിയാണിക്ക്. ഇത് മൊത്തം തിന്നു തീർക്കണം, മൊത്തം ഒരു തുള്ളി പോലും ബാക്കി വെക്കത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. മൊത്തം തിന്നു തീർന്നു. അതിനത് നിന്റെ ബിരിയാണി ഒന്നും എന്റെ പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. എന്ത് ചോദ്യം
ചോദിക്കുന്നേ? എന്തിനാ ബിരിയാണി ഒന്ന് തീർത്തേനെ? കൊതി എടുത്തത് ഒന്ന് തീർത്ത്, അല്ലാതെ പിന്നെ എന്ത് പറ്റി കുട്ടികളെ? ചേട്ടന് പണിയുണ്ടോ? സുന്ദരി കൊണ്ട് തന്ന ബിരിയാണി ആണെങ്കിലേ ചേട്ടൻ തിന്ന്. അതിന് ചേട്ടൻ തിന്നട്ടെ, ബാക്കി തിന്ന്. ബാക്കി തിന്നാൻ പറ്റിയ സാധനം ഇല്ല അമ്മൂമ്മ എന്റെ തിന്നാൻ. മൊത്തം തിന്ന് എടുത്തിട്ട് തുള്ളി പോലും വെച്ചിട്ടില്ല. എന്താ മേ? നീ എന്തിനാണ് അവള് ബിരിയാണി നേരത്തെ? എനിക്ക് കൊതി എടുത്തിട്ട് ഒന്ന് തീർത്ത്. എന്തിനാ മൊത്തം നിന്ന് തീർത്ത്? കുറച്ചെങ്കിലും വെക്കത്തില്ലായിരുന്നോ? അത് ഇന്നലെ എത്ര ബിരിയാണി ഇന്നലെ തിന്നേ? രാവിലെ ബിരിയാണി, ഉച്ചക്ക് ബിരിയാണി, വൈകിട്ട് ബിരിയാണി. എന്തോ ഇത് പാവം പിടിച്ച് കുറച്ച് ബിരിയാണി ഉള്ളായിരുന്നു ആകെ. അതും തിന്ന് തീർത്ത്. ബിരിയാണി ഒക്കെ എനിക്കൊരു വീക്ക്നെസ് അല്ലേ? ഞാൻ കണ്ടാ മതിയാണ് എന്റെ സംസാരം. ഒരടിയൊന്നും ഇടും കേട്ടോ. എന്നാ ഞാൻ പോവാണ്. ശരിയേ? എന്നാ തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണി ഞാൻ പോവാണ്. ചേട്ടാ അച്ഛൻ വൈകിട്ട് വരുമ്പേ ബിരിയാണി വാങ്ങിച്ചോണ്ട് വരാൻ പറയാം. മക്കൾ ഇനി അപ്പുറത്ത് പോകും. ധൂപ് ചാലേ ബിരിയാണി തിന്ന് വയറ് നിറഞ്ഞേ. ധൂപ് ചാലേ തുമ്പിയെ പറ്റിച്ചിട്ട് ബിരിയാണി തിന്നേ. ധൂപ് ചാലേ ബിരിയാണി തിന്ന് വയറ് നിറഞ്ഞ് തുമ്പിയെ പറ്റിച്ചേ. ധൂപ് ചാലേ തുമ്പിയുടെ ബിരിയാണി ഞാൻ തിന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. വയറ് നിറഞ്ഞു. ഓർമ്മ കിട്ടിയായിരുന്നു, കൊള്ളായിരുന്നു. ബിരിയാണി ആലോചിച്ചിട്ട് കൊതി വരുന്നു. ഞാനെന്ത് വിഷമിക്കുന്നേ? അച്ഛൻ ബിരിയാണി ഉണ്ടായിരുന്നു. ആ ബിരിയാണി മൊത്തം തിന്നാല് ചേട്ടൻ ഒരു തുള്ളി പോലും ഞാൻ കൊടുക്കത്തില്ല. തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണി. ചേട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പോ അപ്പുറത്ത്. ബിരിയാണി മൊത്തം തിന്നിട്ട് എന്നെ കളിയാക്കാൻ വരെ വന്നേക്കുന്നത്. എന്താ തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണി? എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞ അയ്യോ, തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണിയുടെ അടി കൊള്ളാൻ എനിക്ക് വയ്യേ. എന്നാ പോട്ടെ തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണി. ഞാൻ പോകാ തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണി. ചേട്ടനുണ്ട് ബിരിയാണി മൊത്തം തിന്ന് തീർത്തിട്ട് എന്നെ കളിയാക്കാനും വന്നേക്കുന്നത്. നാളെ ചേട്ടൻ എന്തായാലും ഒരു പണി കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എന്താ ഒരു പണി കൊടുക്കണ്ടേ? അത് ആലോചിച്ചുകൊണ്ടിരിക്കാം. ചേട്ടന് നല്ല വലിയ പണി തന്നെ എനിക്ക് കൊടുക്കണം. ചേട്ടന് ഇപ്പൊ ബിരിയാണി അല്ലേ ഇന്ന്? അതിലും വലിയ സാധനം ഞാൻ ചേട്ടന് തിന്നാൻ പോവാ. ചേട്ടന്റെ 50 രൂപയുടെ ലേസ് ചിപ്സ് ഇരിപ്പുണ്ട് ചേട്ടന്റെ കയ്യില്. ആ ലേസ് ചിപ്സ് മൊത്തം എടുത്ത് തിന്നാൻ പോകും ഞാൻ. ഇന്ന് രാത്രി ചേട്ടൻ ഉറങ്ങുമ്പോ ചേട്ടന് തലേന്ന് അടിയെടുത്ത് തിന്നണം അത് മൊത്തം. ചേട്ടന്റെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കാം. എന്തായാലും ചേട്ടന്റെ ഒരു അനിയത്തല്ലേ ഞാൻ. കുറച്ച് ബിരിയാണിയെങ്കിലും ബാക്കി വെക്കത്തില്ലായിരുന്നു. ദുഷ്ടൻ ചേട്ടൻ. ശരിയാക്കി തരാണോ ചേട്ടൻ നിനക്ക്? ഈ തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണിയുടെ അയ്യോ ഞാനത് അറിയാതെ പറഞ്ഞു അല്ലേ ചേട്ടൻ പറഞ്ഞതുപോലെ. ചേട്ടൻ പറഞ്ഞ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ ഞാൻ. അറിയാതെ ചേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഈ തുമ്പി ആയിരുന്നു ചേട്ടന് കാണിച്ചു തരാൻ ചേട്ടാ ഇന്ന് രാത്രി. ചേട്ടനാണ് അച്ഛനോട് ഇന്ന് ലേസ് ചിപ്സ് 50 രൂപ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനത് വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് ചേട്ടൻ ഉറപ്പായിട്ട് തലേന്ന് അടി വെക്കും. എന്നിട്ട് ചേട്ടൻ രാത്രി കിടന്നുറങ്ങുമ്പോ ആ ലേസ് ചിപ്സ് എടുക്കും. എന്നിട്ട് ഞാനത് തിന്നും. എന്നിട്ട് ചേട്ടന്റെ തലേന്ന് അടി തന്നെ വെക്കും. അങ്ങനെ ചേട്ടൻ രാവിലെ എന്നിട്ട് തിന്നു നോക്കുമ്പോ ആ ലേസ് ചിപ്സ് മൊത്തം കാലിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ വിഷമിക്കട്ടെ. എന്റെ അടുത്തല്ലേ ചേട്ടന്റെ കളിയല്ലേ? എന്റെ അടുത്തല്ലേ? ചേട്ടൻ പറഞ്ഞാൽ ഞാൻ തുമ്പി സൂപ്പർ സ്റ്റാർ ബിരിയാണി അല്ല, തുമ്പി സൂപ്പർ സ്റ്റാർ. ഞാൻ ഈ തുമ്പി സൂപ്പർ സ്റ്റാർ ആരാന്നേ ചേട്ടൻ ഇന്നത് രാത്രി ഞാൻ കാണിച്ചു കൊടുക്കാം. A few moments later. ഇതാ ചേട്ടന്റെ ലേസ് ചിപ്സ് അടിച്ചു മാറ്റാൻ പറ്റിയ അവസരം. ഇവിടെയാണല്ലോ ലേസ് ചിപ്സ് വെച്ചത് ചേട്ടൻ. ആ ലേസ് ചിപ്സ് കിട്ടി. ഈ ലേസ് ചിപ്സ് അപ്പുറത്ത് പോയി തിന്നത് സൗണ്ട് കേട്ട് ചേട്ടൻ എഴുന്നേറ്റ് പണി കിട്ടും. ഇവിടെ ലേസ് ചിപ്സ് ഒക്കെ തിന്നിട്ടേ കവറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരെ കയറി കിടന്ന് ഇറങ്ങിയിട്ട് നാളെ കാണാം ഇനി ബാക്കി. The next day. അച്ഛൻ ഇന്നലെ വാങ്ങിച്ച ലേസ് ചിപ്സ് എടുത്ത് തിന്നട്ടെ. കൊതി വന്നിട്ട് വയ്യ. ചേട്ടാ ലേസ് ചിപ്സ് തപ്പിയിട്ട് കിട്ടുന്നില്ലല്ലോ. എന്റെ ലേസ് ചിപ്സ് തലമുറടി കാണുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ ഇവിടെ വെച്ചിട്ടില്ല കിടന്ന് ഉറങ്ങിയേ. അയ്യോ എന്റെ ലേസ് ചിപ്സ് കാണുന്നില്ലേ? അയ്യോ എന്ത് പറ്റി ചേട്ടാ ബഹളം വെക്കുന്നേ?
എടി തുമ്പി ഇന്നലെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ലേസ് ചിപ്സ് ഞാൻ തലേണ അടി വെച്ചത് അതിപ്പോ കാണുന്നില്ല തുമ്പി. ലേസ് ചിപ്സ് ഒക്കെ പോയി ചേട്ടാ. എവിടെ പോയി? ഞാൻ കൊണ്ടുപോയി. എടി തുമ്പി പ്ലീസ് താടി. അമ്മ ഇനി ഇപ്പൊ ചേട്ടൻ ഞാൻ തരാം. എന്റെ ബിരിയാണി ഇന്നലെ മൊത്തം തിന്നു തീർത്തില്ല, അതിന്റെ ഉള്ള പനിഷ്മെന്റ് എന്ന് ആലോചിച്ച് കേട്ടോ ചേട്ടൻ. എടി എന്റെ ലേസ് ചിപ്സ് താടി പ്ലീസ്, ഞാൻ ബിരിയാണി നിനക്ക് വാങ്ങിച്ചേരാ. ചേട്ടൻ എനിക്ക് ഇനി ബിരിയാണി വാങ്ങിച്ചേരാന്ന് പറഞ്ഞാൽ പോലും ഞാൻ തരത്തില്ല, കാരണം അത് മൊത്തം ഞാൻ ഇന്നലെ രാത്രി മൊത്തം തിന്നു. എടി ദുഷ്ടം, നീ എന്തിനാടി എന്റെ ലേസ് ചിപ്സ് ഒക്കെ തിന്നേ? ആ ചേട്ടൻ എന്തിനാ എന്റെ ബിരിയാണി മൊത്തം തിന്നേ? ആ അമ്മ ശരി ചേട്ടൻ സൂപ്പർ സ്റ്റാർ ലേസ്. എടി പോടി. ആ ശരി ചേട്ടൻ സൂപ്പർ സ്റ്റാർ ലേസ്. എനിക്ക് എന്തിനാ കേടായിരുന്നു അവളുടെ ബിരിയാണി മൊത്തം തിന്നണ്ടേ? അതുകൊണ്ടില്ല അവൾ എന്റെ ലേസ് ചിപ്സ് മൊത്തം തിന്നു തീർത്തേ. അവളുടെ ബിരിയാണി കുറച്ച് തന്നിട്ട് അവളെ ബാക്കി വെച്ചേക്കുവായിരുന്നു. ഇപ്പൊ എന്റെ ലേസ് ചിപ്സ് എനിക്ക് തിന്നത്തില്ലായിരുന്നു. ഇപ്പം എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ലേസ് ചിപ്സ് എനിക്ക് തിന്നത്തില്ലായിരുന്നു. കൊതി വരുന്നു. എന്തായാലും അച്ഛനോട് ഇന്ന് വൈകിട്ട് കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറയാം. ഇനി രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാ.